ഞാനിപ്പോൾ മുംബൈയിലില്ല, എന്നാലും മഹാരാഷ്ട്രയിൽ തന്നെയുണ്ട്. ഒരു വലിയ യാത്ര കഴിഞ്ഞെത്തിയ ഗ്രാമമാണ്. ഇതൊരു കോളി വില്ലേജ് ആണ് എന്ന് പറയുമ്പോൾ മുക്കുവ ഗ്രാമം. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന ചേച്ചിമാരാണ് മുന്നിൽ നടക്കുന്നത്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും എന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. എടുത്തു പറയേണ്ടത് അവരുടെ വീടുകളും അവരുടെ ജീവിതശൈലികളും തന്നെ. ഒത്തൊരുമയാണ് ഇവരുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് വേലികളോ മതിലുകളോ ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ സ്നേഹം, സന്തോഷം. ഇനി മറ്റൊരു ആചാരമുണ്ട് ഈ നാട്ടിൽ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വേനലിന്റെ ഒരുക്കങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണത്ര ഇത്. ഇത് ഈ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെ ഓരോ ആണുങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. കൈയും കാലും പൊക്കാനും അനക്കാനും കഴിയുന്ന എല്ലാ ആണുങ്ങളും ഇതിൽ പങ്കെടുക്കണം. ഈ പ്രവൃത്തിയിലേക്ക് ഗ്രാമത്തിലെ ഒരു പെണ്ണുങ്ങൾ പോലും തിരിഞ്ഞു നോക്കാറില്ലത്രേ. ചുരുക്കി പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളം പോലും കൊണ്ടു കൊടുക്കാറില്ലത്രേ. ഇതാണ് ആയുധം. അത്യാവശ്യം മൽപ്പിടുത്തുള്ളൊരു പരിപാടി തന്നെയാണ്. എല്ലാ വേനൽ തുടങ്ങുമ്പോഴും ഈ പ്രവൃത്തി ചെയ്തിരിക്കണമത്രേ. ഇത് ഇവിടുത്തെ ആണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണത്രേ. ഒന്നാം ഘട്ടം മിനിക്കൽ മണ്ണ് കൊണ്ടാണ്. അതും പുതുമണ്ണ് തന്നെ വേണം. പഴയ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാം ഘട്ടം ചാണകം കൊണ്ടാണ്. അവരെ ഏൽപ്പിച്ച ജോലികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേറൊരു കാഴ്ചയിലേക്ക് പോകാം. ഇതായിരുന്നു ആ ഗ്രാമത്തിലെ മറ്റൊരു അട്രാക്ഷൻ, ചാണകം കൊണ്ടുള്ള വീട്. ഈ വീട്ടിലെ താമസം ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരുപാട് നൊസ്റ്റാൾജിയ കയറി വന്നൊരു കാഴ്ച. രാത്രി യാത്രയുടെ ക്ഷീണം തീർത്തത് ഞാൻ ഈ വീട്ടിലാണ്. ഒരു 3 മണിക്കൂർ നേരത്തെ ഉറക്കം. അത് ഞാൻ ഇവരോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒരു ഫാൻ പോലും ഇല്ലാതെ ഞാൻ ഈ വീടിന്റെ ഉമ്മറത്ത് കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു AC റൂമിൽ കിടന്ന ഫീലാണ്. അതിനൊപ്പം ജീവിതത്തിന്റെ ഏടിൽ എഴുതി ചേർക്കാൻ വല്ലാത്തൊരു അനുഭവം. ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ. ഒന്ന് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ എന്ന് മാത്രം. പഴയതുമുണ്ട്, കാലത്തിനൊപ്പം മാറിയ പുതിയതുമുണ്ട്. ഉച്ചയൂണിന് പകരം മറാഠികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാക്രിയും അയലക്കറിയും ആയിരുന്നു. ഫോൺ ചാർജിന് വെച്ചതുകൊണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്രിയുടെ വിശേഷം ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു. ഇനി മുംബൈയിലേക്കാണ് 8 മണിക്കൂർ നേരത്തെ യാത്ര. ഷെയർ ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ഉണ്ടാവണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.